ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 2 സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. രണ്ടും നല്ല സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് നമ്മൾ ചില്ലി ചിക്കൻ്റെ മസാലയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും, അതുപോലെ എഗ്ഗ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നമ്മളെ ചമ്മന്തിയില്ലേ അതൊക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്സ്, മുട്ട ചമ്മന്തി എന്നാണ് പേര്. അപ്പോൾ രണ്ടും നല്ല ഈസിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിൽ നമുക്ക് ആദ്യം ചില്ലി ചിക്കൻ്റെ മസാല വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനിതാ 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്, വെള്ളം കൂടിപ്പോയാൽ ഇടങ്ങാറായി പോവും. അതുകൊണ്ട് കുറച്ച് ഒഴിക്കുക. നമ്മളെ പൂരിക്കെല്ലാം കുഴച്ചെടുക്കൂലേ അതേപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഓയിൽ കയ്യിൽ സ്പ്രെഡാക്കി കൊടുക്കുക, അതാകുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. അപ്പോൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആവണം. അതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതാകുമ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പം അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. കുറച്ച് മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയി പോട്ടോ. മൂടി വെച്ചിട്ട് അവിടെ ഒരു 1, 2, 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കും കൂടി ചെയ്യാം. ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലില്ലാത്ത പീസ് വേണം എടുക്കാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക. അതൊരു 1 ടീസ്പൂൺ വേണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്, അതൊരു ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലാണ് വേണ്ടത്. ഇത് ഫ്രൈ ആവാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് നേരെ നമ്മൾ അടുപ്പത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3-4 മിനിറ്റ് അങ്ങനെ കുക്കാവട്ടെ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ മൂടി വെച്ചൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ. ഇതിലെ ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ 1 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ 1 ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്തതും, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ചിക്കനും ഉള്ളിയും മസാലയൊക്കെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് മൂടി വെച്ചിട്ടാട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ആ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടണം. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ടാൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തോ. അതും കൂടെ ഒഴിച്ചാൽ നമ്മളെ മസാല റെഡിയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു മസാല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി നമുക്കിതാ ഞാൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഡോ എടുത്തിട്ട് കുറച്ച് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നമുക്ക് ടോട്ടൽ 5 ബോൾസാണ് കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം 5 ബോൾസ് ആക്കിയിട്ട് ബോൾസ് ആക്കുമ്പോൾ ഒരേപോലെ ബോൾസ് ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മളിത് പരത്തുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരേപോലെയുള്ള 5 or 6 ബോൾസ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് പരത്തിയെടുക്കും കൂടി ചെയ്യാം.
അപ്പോൾ നമുക്ക് പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓയിലിനെക്കാട്ടിയൊക്കെ നല്ലത് ഇങ്ങനെ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുന്നതാണ്. പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തണം എന്നില്ല, കുറച്ച് കട്ടിയിൽ പരത്തിയാലും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് വലുതായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറേയൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ നമുക്ക് 5 ബോൾസും ഇതേപോലെ ഇതേ വലുപ്പത്തിൽ കുറച്ച് നല്ല തിന്നാവേണ്ട, നല്ല കുറച്ച് കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം. നല്ല കട്ടിയാവണ്ട കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് കട്ടിയുണ്ട്, എന്നാൽ അധിക കട്ടിയുമില്ല അങ്ങനെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തതിൻ്റെ മേലേക്ക് അടുത്ത നമ്മൾ പരത്തി വെച്ച മാവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 5 ബോൾസും നമ്മൾ ഇതുപോലെ തന്നെ പരത്തിയിട്ട് മേലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു മാവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആണെങ്കിൽ നല്ല ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. മൈദയാണെങ്കിൽ ഇങ്ങനെ വലിയും ചെയ്യും, അപ്പോൾ ഒരേ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അതായത് നമുക്കിത് ഈ ഒരു പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു പലകയിലേക്ക് വെക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് അങ്ങനെ ഷേപ്പില്ലാണ്ട് നിൽക്കുന്നില്ലേ, അതിങ്ങനെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ആക്കിയിട്ടല്ല, ഇതാ ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഓവർ ഇങ്ങനെ പ്രസ് ചെയ്യാണ്ട് വേണം ഇതിങ്ങനെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. കാണുമ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടാകും, പക്ഷെ ഇത് സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നിങ്ങൾക്കത് നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ഒരു സ്നാക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമേ. അപ്പോൾ ഇതാ 4 മൂലയും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ നീളത്തിലും കൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തില്ലേ, ഇനി നമുക്കിത് നീളത്തിൽ 3 എണ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്, നമ്മൾ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും, പക്ഷെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതാ നമുക്കിത് 2 എണ്ണം നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതില്ലേ ഇനി നമുക്ക് ഈ ഇനിയും നമുക്കിത് 4 എണ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. അതാ ഇനി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ചതുരത്തിൽ ആണ് ഇതിൻ്റെ ഷേപ്പ് വരിക കേട്ടോ. കണ്ടില്ലേ, ഇതിന് നമ്മൾ ഈ 3 എണ്ണത്തിൽ ഒന്നെടുത്തിട്ട് അത് 4 ആക്കിയിട്ട് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നടച്ചിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അത് സെറ്റാക്കാൻ പോവുകയാണ്. ഇത് നല്ല സിമ്പിളാണ്. നമ്മളിതാ ഒന്നിങ്ങോട്ട് പരത്തിയും കൂടി എടുക്കുക. കുറച്ച് വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പരത്തിയും കൂടി എടുത്താൽ സംഭവം സെറ്റാണ്. ഇങ്ങനെ ചതുരത്തിൽ വേണം സെറ്റാക്കി എടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ്സ് കുറേ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ച് വെക്കാം. ചിക്കന് നല്ല ചെറുതാവണേ, അല്ലെങ്കിൽ അതിങ്ങനെ മേലേക്ക് പൊന്തിയൊക്കെ നിൽക്കും. എന്നിട്ടിതാ നമുക്കിത് നേരെ മടക്കി കൊടുക്കുക. നമ്മൾ കോണാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കോണാക്കി എടുത്താൽ മാത്രം പോരാ, ആ സൈഡ് നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ തുറന്നു വരും. അതുകൊണ്ട് നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലപോലെ സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് മനസ്സിലായിക്കില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ കാണിക്കാം. ഇതേപോലെ നമ്മൾ ഒരു ചതുരത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മടക്കി കൊടുക്കുക. സിമ്പിളാണ്, കുറച്ച് പൊടി ഇടണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈ ആക്കി വരുമ്പോൾ പൊട്ടിപ്പോവും, അത്രേ ഉള്ള. അപ്പം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നല്ല സിമ്പിളാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പം ആ ഒരു പ്ലേറ്റിൻ്റെ മേലെ പൊടിയിടാനും കൂടി മറക്കണ്ട. മൈദയാണ് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലില്ല നല്ല ചൂടായി വന്നതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊള്ളിച്ച് ഇതായി കിട്ടൂല. നമുക്കിത് ലെയർ വേണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ 3 എണ്ണം വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു ഭാഗം ആയാലല്ല, ഒരു ഭാഗം ഒന്നാവുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക.
തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിങ്ങനെ നമുക്കത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഉള്ളിൽ നിന്നൊക്കെ ലെയർ അങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഫില്ലിങ്സ് ഒന്നും പോവില്ല, പക്ഷേ ഇങ്ങനെ ലെയറായിട്ട് വന്നിട്ട് നല്ല ക്രിസ്പി, അത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അതാ എണ്ണ കുടിക്കുന്ന പേടിയും വേണ്ട, എണ്ണയൊന്നും കാര്യമായിട്ട് കുടിക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റത്തെ സ്നാക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നോമ്പുറക്കുമ്പോഴേക്കും എന്തായാലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതാ ഞാനിതിൻ്റെ ക്രിസ്പിനെസ്സും കൂടെ ഒന്ന് കാണിച്ചു തരാം. ദാ കണ്ടില്ലേ, നല്ല സിമ്പിളാണ്. ഇനി നമുക്ക് നമ്മളെ മുട്ട ചമ്മന്തി സെറ്റാക്കി എടുക്കാം. ഇതില്ലേ നമുക്ക് ആദ്യം ഒരു 3 മുട്ടയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ മുട്ടയല്ലേ, വേവൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു മാവ്, നമ്മൾ മുട്ട ബജിയിലാണല്ലോ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു അത്യാവശ്യം തിക്കായിട്ട് തന്നെ വേണേ, നല്ല ലൂസായി പോകണ്ട, അത്യാവശ്യം തിക്കിൽ വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ദാ അധികം കട്ടിയാവേണ്ട, എന്നാൽ അധികം ലൂസും ആവേണ്ട, അങ്ങനെയാണ് ഇത് വേണ്ടത്. അതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ലൊരു മാവ് കോട്ടിങ് കിട്ടും കേട്ടോ. ദാ ഇതേപോലെ ഇനി നമുക്കിതിലേക്കുള്ള ചമ്മന്തിയും കൂടി സെറ്റാക്കി എടുക്കാം. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ടത് മല്ലിച്ചപ്പാണ്. ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങൻ്റെ നീരും അതുപോലെ ഉപ്പുമാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ലെമൺ ജ്യൂസ്, ഒരു അരമുറി ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചമ്മന്തിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. അപ്പോൾ ഇതാ നമ്മൾ ചമ്മന്തിയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുക. എങ്ങനെ സെറ്റാക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എരിവിന് നിങ്ങൾക്ക് മുളക് കൂടുതലും കുറവൊക്കെ ഇടാം കേട്ടോ. നമ്മളെ മുളക് നല്ല എരിവുണ്ടേനു, അതുകൊണ്ട് 2 ഇട്ടേ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ ഇനി ഒന്ന് തോല് കളഞ്ഞെടുക്കലാണ് അടുത്ത ടാസ്ക്. ഇതൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾക്ക് മുട്ടയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുട്ടൻ്റെ എണ്ണം കൂട്ടാം, മാവിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ. മുട്ട ദാ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ടെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞിട്ട് നടുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാനും കൂടിയുള്ള മുട്ടയെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലെ ആ ഒരു കുഞ്ചി അല്ലെങ്കിൽ ഉണ്ണി എന്നെല്ലാം പറയും, അതങ്ങോട്ട് നമ്മൾ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മുട്ട പൊട്ടിപ്പോവാണ്ട് വേണം ആ ഒരു ചമ്മന്തിയിലേക്ക് ആ ഒരു കുഞ്ചി അതിന് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ കുഞ്ചി ഉണ്ണി എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ മഞ്ഞക്കരു, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ചമ്മന്തിയും ഈ മുട്ടൻ്റെ മഞ്ഞയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ചമ്മന്തിക്ക് ഇനിയിപ്പോൾ ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. നമുക്ക് പാകേനും, അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടവും കുറക്കൊന്നും ചെയ്തിട്ടില്ലേ. നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിട്ടോ നല്ലത്. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ആ ഒരു മുട്ടൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ചീച്ച എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല എളുപ്പമാണ്. ഇനിയിപ്പോൾ മേലെ വരെ വെക്കണമെങ്കിലും അങ്ങനെ വെക്കുക. അതിൻ്റെ ഉള്ളിൽ മാത്രം വേണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല, ഈ സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സായിട്ടും സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള സ്നാക്സായിട്ടൊക്കെ സെറ്റാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. മുട്ട ബജിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ ഈ ഒരു ചമ്മന്തിയും കൂടി വെച്ചിട്ടാണെങ്കിൽ അടിപൊളിയാണ്. എല്ലാം ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മുട്ടയാണ്, പൊടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം അതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ആദ്യം അവിടെ കലക്കി വെച്ചാലേ നമുക്ക് അത് കുറച്ച് നേരം റെസ്റ്റിനും കിട്ടും, നല്ല
നല്ലപോലെ പൊന്തി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത്യാവശ്യം ക്രിസ്പിനെസ് ഉണ്ട്, എന്നാലും കുറച്ചുകൂടി ക്രിസ്പി വേണമെങ്കിൽ അതിട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിത് ആ മുട്ട മുക്കി പൊരിക്കാനും കൂടിയുള്ളൂ. എണ്ണയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കൈ കുത്തിപ്പോവാണ്ട് ആ മുട്ട ബജി മാത്രം ഇടുക. അപ്പോൾ ഒന്ന് ചൂടായിട്ട് എൻ്റെ കൈ, അപ്പോൾ ഞാൻ തേച്ച് നേരെ സ്പൂൺ എടുത്തിട്ടാണ് ബാക്കിയല്ല ഇട്ടത്, അല്ലെങ്കിൽ കൈയിൻ്റെ പണി പോകുന്നു എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു സ്പൂൺ ഇട്ടിട്ട് തന്നെ ആ സ്പൂണിൽ കോരിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തന്നെ എല്ലാം നമ്മൾ ഒറ്റ ട്രിപ്പിലാണ്, 3 മുട്ടയല്ലേ ഉള്ളൂ. അപ്പോൾ അത് നടുക്ക് കീറിയിട്ട് 6 പീസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒറ്റ ട്രിപ്പായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കരിഞ്ഞു പോവാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കലാണ് നല്ലത്. ബാക്കിയും ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഒറ്റ ട്രിപ്പിലാണ് ഇട്ടത്, പക്ഷെ നമ്മൾ ആദ്യം ഇട്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതും സിമ്പിൾ സ്നാക്സാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എന്താ ചെയ്യുക, കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മളെ മുട്ട ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. മുരിയാണ്ട് എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ മുരിഞ്ഞിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാനും കൂടി മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീർ എൻ്റർടൈൻമെൻറ്റ്.